ഇന്ന് നമ്മൾ കുറച്ച് വാക്കുകൾ, കുറച്ച് വൊക്കാബുലറിയാണ് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ ഈ വാക്കുകൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ടേക്ക്, സ്ലീപ്പ്, ഈറ്റ്, ജമ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതുമാണ്, പക്ഷെ നമ്മൾ ആ ഉപയോഗിക്കേണ്ട നേരത്തെ മറന്നു പോകുന്നതുമായ കുറച്ച് വാക്കുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മാറി നിൽക്കാം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, കാരണം അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർ ബുക്കിൽ എഴുതി ഈ വാക്കുകൾ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, എലിമിനേറ്റ്, ഇത് V1 ആണ്, ഇത് V2 ആണ്, ഇത് V3 ആണ് കേട്ടോ. നമ്മൾ വേർബിനകത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു V1 എന്താണ്, V2 എന്താണ്, V3 ആരുടെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ അല്ലേ. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ വേർബ്, V2 ഈസ് ദ പാസ്റ്റ് ഫോം, V3 ഈസ് ദ എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലേ. അതായത് ഹാസോ ഹാവിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നതാണ്, ഹാർഡിൻ്റെ കൂടെ. അപ്പം നമ്മൾ നോക്കുകയാണ് എലിമിനേറ്റ്. നമ്മൾ എപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന വാക്കാണ് എലിമിനേറ്റ്. എലിമിനേറ്റ് മീൻസ് ഒഴിവാക്കുക. എലിമിനേറ്റ് ഒഴിവാക്കി, എലിമിനേറ്റ്. എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ വന്നാൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നർത്ഥം വരും. അപ്പോൾ ഒഴിവാക്കുക, ഒഴിവാക്കി, ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം എപ്പോഴും? ഒന്നെങ്കിൽ ഹാസ് വേണം, അല്ലെങ്കിൽ ഹാവ് വേണം, അതർവൈസ് ഹാഡ് വേണം. ഹാസ് എലിമിനേറ്റഡ് എന്നോ ഹാവ് എലിമിനേറ്റഡോ ഹാഡ് എലിമിനേറ്റഡോ പറയാൻ പറ്റത്തുള്ളൂ V3യുടെ കൂടെ. കാരണം എന്താണെന്ന് ഇനി ആരും ചോദിക്കില്ല, നമ്മൾ V3 എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വീപ്പ്, ഞാൻ പറയുന്ന കൂടെ തന്നെ അർത്ഥം നിങ്ങൾ എഴുതുക. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, വൃത്തിയാക്കുക, തൂത്തുവാരുക എന്നൊക്കെ അർത്ഥം. സെപ്റ്റ്, അടിച്ച് വൃത്തിയാക്കി, തൂത്തുവാരി, സെപ്റ്റ്. അപ്പോൾ ഹാസ് ഹാവും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ തൂത്തു വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. തൂത്തുവാരുക, തൂത്തുവാരി, തൂത്തുവാരിയിട്ടുണ്ട്. ഇവരെ 3 പേരെ ഏതെങ്കിലും ഒരാളെ ചേർത്ത് വെച്ച്. ടിയർ, ടിയർ നമുക്കറിയാം എന്താണ്, പേപ്പറൊക്കെ കീറുന്നതിനെയാണ് നമ്മൾ ടിയർ. അല്ലെങ്കിൽ നമുക്ക് എന്താ അത് നൗണായിട്ടും വരും. എന്താണ് നമ്മുടെ കണ്ണീർ അല്ലേ. ടിയർ എന്ന് പറഞ്ഞാൽ കീറിക്കളയുക. ടോ, കീറിക്കളഞ്ഞു. ടോൺ ഇവരുടെ കൂടെ വരുമ്പോൾ കീറിക്കളഞ്ഞിട്ടുണ്ട്. ടിയർ, ടോ, ടോൺ, കീറിക്കളയുക, കീറിക്കളഞ്ഞു. ത്രോ, ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക. ത്രൂ, എറിഞ്ഞു. ത്രോൺ എന്ന് പറയുന്ന വാക്കിന് മാത്രമായിട്ടൊരു അർത്ഥമില്ല. ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഹാസോ ഹാവോ ഹാഡോ ചേർന്ന് നിൽക്കുമ്പോൾ എറിഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥം വരും. ഫൈറ്റ്, അടി കൂടുക അല്ലെങ്കിൽ തല്ല് കൂടുക. ഫോർ തല്ല് കൂടി. ഇതിൻ്റെ കൂടെ ഹാസോ ഹാവോ ചേർന്ന് പറഞ്ഞാൽ തല്ലടി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ തല്ല് കൂടിയിട്ടുണ്ട്. ഫോളോ, ഫോളോ എന്ന് പറഞ്ഞാൽ എന്താ? പിന്തുടരുക അല്ലെങ്കിൽ അനുഗമിക്കുക. ഫോളോയിഡ്, അനുഗമിച്ചിട്ടുണ്ട്. ഫോളോയിഡ്, അനുഗമിച്ചു. ഈ ഫോളോയിഡ് ആണ് അനുഗമിച്ചിട്ടുണ്ട് എന്നർത്ഥം തന്നെ V3. ഫോളോ എന്ന് പറഞ്ഞാൽ അനുഗമിക്കുക അല്ലെങ്കിൽ പിന്തുടരുക. ഫോളോയിഡ് പിന്തുടർന്നു, ഫോളോവിഡ് പിന്തുടർന്നിട്ടുണ്ട്. ഇൻവൈറ്റ്, ഇൻവൈറ്റ് മീൻസ് ക്ഷണിക്കുക. ഇൻവൈറ്റഡ് ക്ഷണിച്ചു. ഹാസ് ഇൻവൈറ്റഡ് ക്ഷണിച്ചിട്ടുണ്ട്. ഹാവ് ഇൻവൈറ്റഡ് ക്ഷണിച്ചിട്ടുണ്ട്. ആക്ട്, അഭിനയിക്കുക. ആക്റ്റഡ് അഭിനയിച്ചു. ഈ ആക്റ്റഡ്, V3 ആക്റ്റഡ് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ബ്രേക്ക്, പൊട്ടിപ്പോവുക. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിപ്പോവുക. ബ്രോക്ക്, പൊട്ടിപ്പോയി. ബ്രോക്കൺ, പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ബ്രേക്കിന് നമ്മളൊക്കെ പഠിച്ചു വെക്കുക, പൊട്ടിപ്പോവുക എന്നുള്ള അർത്ഥമാണ്. ഇത് നമുക്ക് വേറെ ഒരു അർത്ഥമുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ പറയുന്ന അവർ ആ ബന്ധം ബ്രേക്കപ്പായി എന്ന് പറഞ്ഞാൽ എന്താ? അകൽച്ച, അകന്നു, അകന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ഡിസ്റ്റർബ്, ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. ഡിസ്റ്റർബ്ഡ്, ശല്യപ്പെടുത്തി. ഡിസ്റ്റർബ്ഡ്, ഹാസ് ഡിസ്റ്റർബ്, ഹാ ഡിസ്റ്റർബ്, ശല്യപ്പെടുത്തിയിട്ടുണ്ട്, ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗസ്, ഊഹിക്കുക. ഗസ്റ്റ്, ഊഹിച്ചു. V3 ഗസ്റ്റ് ഹാസ് ഹാവ് ഹാഡിൻ്റെ കൂടെയാണെങ്കിൽ ഊഹിച്ചിട്ടുണ്ട്. ഹിറ്റ്, ഇടിക്കുക അല്ലെങ്കിൽ അടിക്കുക.
ഹിറ്റ് തന്നെയാണ്. ഹിറ്റ് ഇടിച്ചു, ഇടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മൂന്നും എന്താണ്? ഹിറ്റാണ്. ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. ലോസ് എന്താണ്? നഷ്ടമാവുക. ലോസ്റ്റ് നഷ്ടപ്പെട്ടു. ലോസ്റ്റ് ഇതെന്താണ്? ഇവരുടെ കൂടെ വരുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. നോ അറിയുക. ന്യൂ അറിഞ്ഞു. നോൺ ഹാസ് ഹാവ് ഹാഡ് അറിഞ്ഞിട്ടുണ്ട്, അതർവൈസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോ കാണിക്കുക. ഷോഡ് കാണിച്ചു. ഷോഡ് കാണിച്ചിട്ടുണ്ട്. അത് ഷോഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കുമ്പോഴല്ല, ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരിക. അപ്പം നമ്മൾ കുറച്ച് വൊക്കാബുലറി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെയും കൂടി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, കിട്ടാത്തവരെന്ത് ചെയ്യണം? ഇതൊന്ന് പെട്ടെന്ന് തന്നെ ബുക്കിലും കൂടി ഒന്ന് എഴുതി വെക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വാക്കുകൾ ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് അവസാനിപ്പിച്ചാൽ നിങ്ങൾ ഈ വാക്കുകൾ പഠിക്കില്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കണ്ടാലുടൻ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന മലയാളം സെൻറ്റൻസുകളിൽ ഈ വാക്കുകളെയും കൂടെ ഉൾപ്പെടുത്തി വേണം സംസാരിക്കാൻ. എങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഈ വാക്കുകളെ പരിചയമാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളുടെ പൂർണ്ണമാവുന്ന ചെറിയൊരു ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ലെസൺ 24 വരെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും അത് കണ്ടിട്ടില്ല, ഇതാണ് ആദ്യം കാണുന്നെങ്കിൽ നിങ്ങൾ അത് മൊത്തം കണ്ടുവരണം കേട്ടോ. 1 മുതലേ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ വൊക്കാബുലറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൽ ഈ വാക്കുകൾ ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം എഴുതണം. നമ്മൾ കുറേ എഴുതാൻ പഠിച്ചല്ലോ. നിങ്ങൾക്ക് കുടുക്കാവ് വെച്ച് ഉപയോഗിക്കാം, കുടുക്കാവ് വെച്ച് പറയാം, കുറേ രീതിയിൽ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ പറയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു. ബൈ ബൈ.